ഇപ്പൊ നവരാത്രി ആയിട്ട് എല്ലാവർക്കും നോൻപ് അല്ലെങ്കിൽ നൊയമ്പ് എന്തായാലും കുഴപ്പമില്ല. അപ്പൊ അതാണല്ലോ. അപ്പൊ നമുക്ക് അടിപൊളി ഒരു ബീൻസ് തോരൻ തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബീൻസ് നന്നായിട്ട് കഴുകി കുനുകുന ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കുക. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുകും ചെറിയ ജീരകം നല്ല ജീരകം കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി അതും കഷ്ണങ്ങളാക്കി അരിഞ്ഞതും, ഒരു സവോളയും കൂടെ അതും അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ കുറേ വഴറ്റണ്ട, നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും പച്ചമുളക് ഒറ്റ ഒന്നാണ് കേട്ടോ എടുത്തത്, ഒരു പച്ചമുളക് മതി. നമുക്ക് സ്പൈസിക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മീതെയാണ് നമ്മൾ ഈ ബീൻസ് അരിഞ്ഞു വെച്ച ബീൻസ് ചേർക്കുന്നത്. ബീൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിൽ ചേർക്കുക. അപ്പോൾ ഈ സമയത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ രണ്ടും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് ചിലപ്പോൾ ചെറിയതായിട്ടൊരു ഡ്രൈ ആയ മാതിരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സ്പൂണ് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി കേട്ടോ. തീരെ വെള്ളം ഒഴിക്കരുത്. ഒരു സ്പൂണ് നമ്മൾ കുടഞ്ഞു കൊടുക്കാമെന്നറിയില്ലേ, ആ രീതിയിൽ ഒന്ന് കുടഞ്ഞു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങ അങ്ങനെ തന്നെയാണ് ഇട്ടത്. തേങ്ങയും പിന്നെ ഇതാ നമ്മൾ സാധാ മുളകില്ലേ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി കൊടുത്ത് വീണ്ടും ഒന്ന് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് തീരെ നമ്മൾ ഈ ഡ്രൈ ആയി പോകരുത്. അപ്പം പിന്നെ ഒന്നും കൂടെ ഡ്രൈ ആയെങ്കിൽ അതേമാതിരി ഒന്നും കൂടെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അങ്ങനെ ഒരു ഏകദേശം ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ബീൻസ് തോരൻ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം പോകും. ഇതിപ്പോൾ സ്പൈസിയും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കൂട്ടി നമുക്ക് ചോറുണ്ണാനൊക്കെ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം.